ചിക്കൻ്റെ പാർട്സ് ലിവർ സെപ്പറേറ്റ് വെച്ചിരിക്കുകയാണ്. ലിവറിന് വേവ് കുറവായതുകൊണ്ട് അത് സെപ്പറേറ്റ്. 2 സവോള നീളത്തിലരിഞ്ഞത്, 2 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, രണ്ടായിട്ട് പിളർന്ന് നീളത്തിലരിഞ്ഞത്, 8 വെളുത്തുള്ളി, 1/2 ഇഞ്ച് ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തത്, കറിവേപ്പില, ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ, പെപ്പർ പൗഡർ 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഇതിനാവശ്യമുള്ള വെളിച്ചെണ്ണ 1/2 ടേബിൾ സ്പൂൺ. ഇതിലേക്കായി ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെക്കുക. പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടായ എണ്ണയിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക. 2 സവാള അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുക. കൂടെ 1 ടീസ്പൂൺ ഉപ്പും കൂടെ. സവാള വാടിക്കഴിഞ്ഞു. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 പച്ചമുളക്, കറിവേപ്പില, മിക്സ് ചെയ്യുക. സവാള ഒരു ഗോൾഡൻ കളറായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. ചില്ലി പൗഡർ 1/2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, പെപ്പർ പൗഡർ 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, വലിയ ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ, വറുത്ത് പൊടിച്ചതാണ്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നവരെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചിക്കൻ പാർട്സ് ഇട്ട് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ പാർട്സ് കുറച്ച് വേവായതിനു ശേഷം മാത്രമേ അതിലേക്ക് ലിവർ ഇടുന്നുള്ളൂ, ഇല്ലെങ്കിൽ ലിവർ പൊടിഞ്ഞു പോകും. ഈ ചിക്കൻ പാർട്സ് വിനാഗിരിയിൽ ഇത്തിരി ഉപ്പ് ഇട്ട് കഴുകി എടുത്തതാണ്. അപ്പം അതിൻ്റെ സ്മെല്ലെല്ലാം പോയിട്ടുണ്ട്. ഇത് മാത്രം നമുക്ക് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിക്കണം. വെള്ളം ഒഴിക്കുക. 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിക്കണം. ചിക്കൻ പാർട്സിലേക്ക് ബാക്കി ലിവറും കൂടെ ഇടാനുണ്ട്. ഇനി അത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ പാർട്സ് റെഡിയായി കഴിഞ്ഞു.
സ്വാദിഷ്ടമായ നമ്മുടെ ചിക്കൻ പാർട്സ് റെഡിയായി കഴിഞ്ഞു. ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.